ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 6ാം ക്ലാസ്സിലെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നലെ ഇട്ട വീഡിയോസൊക്കെ കണ്ടവർക്കൊക്കെ ഒരുവിധം എളുപ്പം തന്നെ ആയിരിക്കും. അതേ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, നന്നെ बादल कविता के ये पंक्तियां पढ़े और प्रश्नों का उत्तर लिखे. नन्हे जलकण गए बाप बन, उसी बाप ने डंडक पाई, बादल बरसे बरसा आई, करते गड़गड़ आते बटबट, बिजली बादल को चमकाए, अंधियारे में राह दिखाए. ഇതാണ് കവിത. നമുക്ക് ചോദ്യം നോക്കാം. बादल को कौन चमकाती है? बादल को कौन चमकाती है? അതിൽ ബാപ്പ്, ജൽക്കൺ, ബിജിലി, ആദിയാര. അപ്പൊ അതിന്റെ ശരിയായ ആൻസർ എന്താണ്? ബിജിലി ആണ്. ഓക്കെ, ബിജിലി. ഓക്കെ, ബിജിലി ബാദൽക്കോ ചമക്കായ. ഈ ലൈൻ വായിച്ചാൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, ഇനി അടുത്തത്, മേഘ് കെ ലിയെ കവിതാമേ പ്രയുക്ത ശബ്ദകരെ. മേഘം എന്നർത്ഥം വരുന്ന വാക്യം ഏതാണ്? ബിജിലി എന്ന് പറഞ്ഞാൽ വൈദ്യുതിയാണ്. രാഹ് എന്ന് പറഞ്ഞാൽ അല്ല, പാനി അല്ല, ബാദലാണ്. മേഘ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാദൽ. 4ാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. कवितांश से आशय वाली 3 पंक्तियां चुनकर लिखे. കവിതാംശ സെ ആശയ വാലി 3 പങ്ക്തിയാം ചുൻകല്ലേ. അപ്പം ആ ആശയം വരുന്ന, ഇവിടെ താഴെ കാണുന്ന ആശയം വരുന്ന വരികൾ എഴുതാനാണ്. ഓക്കെ, നന്നെ ജൽക്കണോ के बाप बनती है, बाप से बादल बनता है, डंडा होने पर बादल बरसता है. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ എന്താണ്? നന്നെ ജൽക്കൺ, നന്നെ ബൽക്കണോം സെ ബാപ്പ് ബൻതി ഹെ. അതിന്റെ ആൻസർ എന്താണ്? നന്നെ ജൽക്കൺ ഗയേ ബാപ്പ് ബൻ. ആദ്യത്തെ ലൈൻ തന്നെയാണ് അതിന്റെ ആൻസർ. ഇനി അടുത്തത് എന്താണ്? ബാപ്പ് സെ ബാദൽ ബൻതാ ഹെ അല്ലേ? അതിന്റെ ഉത്തരം എന്താണ്? വരുന്ന ബാപ്പ് സെ ബാദൽ ബൻതാ ഹെ ഗയേ ബാപ്പ് ബൻ. ഓക്കെ, ഗയേ ബാപ്പ് ബൻ, അതാണ് 2ാമത്തെ ഉത്തരം. ഇനി 3ാമത്തത് എന്താണ്? 3ാമത്തെ ചോദ്യം എന്താണ്? ഡണ്ടേ ഹോനെ പർ ബാദൽ ബറസ്താ ഹെ. അതിന് എന്താണ് അർത്ഥം? ഓക്കെ, ബർസ ആയി. ഇതാ, ബാദൽ ബർസെ ഉസി ബാപ്നെ ഡണ്ടക് പായി, ബാദൽ ബർസെ ബർസ ആയി. അപ്പൊ ആ ലൈനുകളാണ് ഈ അർത്ഥം വരുന്ന വാക്കുകൾ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ബഹുത് ജരൂരി ഹെ കി മിലെ സബ്കോ, उगने के लिए थोड़ी सी मिट्टी, बूंद और नमी, थोड़ी सी हवा और धूप, खिलने के लिए, पकने के लिए थोड़ी सी आग. കവിത മേ മിട്ടി ക വിശേഷൺ ശബ്ദ ക്യാ ഹെ? മിട്ടി എന്ന മണ്ണ് എന്നതിനെ വിശേഷിപ്പിക്കാൻ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പൊ തോടീസി മിട്ടി എന്നാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, കവിതാമേ മിട്ടിക്ക് വിശേഷ ശബ്ദ ക്യാ ഹെ? മിട്ടിയെ വിശേഷിപ്പിക്കുന്ന ശബ്ദം എന്താണ്? മിട്ടിനെ വിശേഷിപ്പിക്കുന്ന ശബ്ദം എന്താണ്? തോടീസി മിട്ടി എന്നല്ലേ? അപ്പൊ തോടീസി എന്ന് എഴുതിയാൽ മതി. തോടീസി മിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് മണ്ണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തോടീസി മിട്ടി. ഇനി അടുത്തത്, പ്രസ്താവ് പടേ ഒരു സഹി വികൽപ്പ് ചുൻക ലിഖെ. ഓക്കെ, എന്തൊക്കെയാണ്? 4 പ്രസ്ഥാനങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, उगने के लिए मिट्टी नहीं चाहिए, गिरने के लिए हवा और धूप चाहिए, उगने के लिए मिट्टी चाहिए, खिलने के लिए हवा और धूप नहीं चाहिए. അപ്പൊ ഇതിൽ ശരിയായ ഉത്തരം ഏതാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഉഗ്നെ കെ ലിയെ മിട്ടി നഹി ചാഹിയെ, അത് ശരിയാണോ എന്നാണ് എഴുതേണ്ടത്. അത് ശരിയാണോ? അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലോ. ഉഗ്നെ കെ ലിയെ മിട്ടി നഹി ചാഹിയെ, അത് തെറ്റാണ്. രണ്ടാമത്തെ കിൽനെ കെ ലിയെ ഹവ ഓർ ധൂപ് ചാഹിയെ, അത് ശരിയാണ്. ഉഗ്നെ കെ ലിയെ മിട്ടി ചാഹിയെ. ഓക്കെ, ഉഗ്നെ കെ ലിയെ മിട്ടി ചാഹിയെ, അത് ശരിയാണ്. ഇനി അടുത്തത് കിൽനെ കെ ലിയെ ഹവ ഓർ ധൂപ് നഹി ചാഹിയെ, അത് തെറ്റാണ്. അപ്പൊ ഇതിൽ ശരിയായത് ആയും ഈയുമാണ്. ആ ഓപ്ഷൻ വരുന്നത് എന്താണ്? ആ ഓർ ഈ സഹിഹെ, 3ാമത്തെ ഓപ്ഷനാണ് ശരിയായത്. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഗിൽനെ കെ ലിയെ എന്താണ് വേണ്ടത്? ഹവ ഓർ ധൂപ് ചാഹിയെ. പക്നെ കെ ലിയെ എന്താണ് വേണ്ടത്? ആഗ് ചാഹിയെ. പിന്നെ ഉഗ്നെ കെ ലിയെ ക്യാ ചാഹിയെ? മിട്ടി ചാഹിയെ. ഓക്കെ,
നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഇനി അടുത്തത് നമുക്ക് നോക്കാം. 2B ആണ്. मीठा संतरा संस्मरण का यह अंश पढ़े और प्रश्नों का उत्तर लिखे. മീഠ സന്തര എന്ന പാഠഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ ഭാഗം തന്നിട്ടുണ്ട്. मैं जब भी शिलांग में बिताए दिनों के याद करता हूँ तो मुझे बूढ़ी कांग याद आती है. ഓക്കെ, ഞാൻ ഷിലോങ്ങിനെ പറ്റി ഓർമ്മിക്കുമ്പോൾ എനിക്ക് വൃദ്ധയായ കച്ചവടക്കാരി ഓർമ്മ വരുന്നു. വഹാ മേ മൽക്കി ഹിൽസ് മേ രഹതാത്ത, ഞാൻ അവിടെ മൽക്കി ഹില്ലിലായിരുന്നു താമസിച്ചിരുന്നത്. വഹ ഹമാരെ ഘർ കെ പാസ് കി ചോട്ടി സി കുംടി മേ ബൈട്ടി മൗസമി ബൽ ബേച്ച്തേത്തി. അപ്പൊ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് അവര് പഴങ്ങളൊക്കെ വിൽക്കുമായിരുന്നു. സന്തര, കേൽ, പ്ലം, പൈനാപ്പിൾ, ഉബലെ, शकरकंद, बिस्कुट, चॉकलेट, पेपरमेंट. स्कूल ഈ बच्चे उसकी नियमित ग्राहक है. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളായിരുന്നു കസ്റ്റമേഴ്സ്. അപ്പോൾ ഗുംടിക്ക് നിയമിത് ഗ്രാഹക് കോൺ എന്ന ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ നമ്മൾ ലാസ്റ്റ് വായിച്ച സെന്റൻസ്. ആരാണ്? ബച്ചെ അല്ലേ? സ്കൂളിൽ ബച്ചെ. അപ്പൊ നമുക്ക് സ്കൂളിൽ ബച്ചെ എന്ന് എഴുതിയാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സ്കൂളിൽ ബച്ചെ. ഇനി അടുത്തത് സഹി വികൽപ്പ് ക്യാ ഹെ. ഇതിൽ നിന്ന് ശരിയായ സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ലേഖക് മൽക്കി ഹിൽസ് മേ രഹത്തെ തെ അല്ലേ? ലേഖക് മൽക്കി ഹിൽസ് മേ രഹത്തെ തെ, അത് ശരിയാണ് അല്ലേ? മൽക്കി ഹില്ലിലായിരുന്നു താമസിച്ചിരുന്നത്. ലേഖക്കോ ബൂട്ടി കാങ്കി യാദ് നഹി ആത്തി. ലേഖകന് ഈ കച്ചവടക്കാരിയായ വൃദ്ധയായ കച്ചവടക്കാരി ഓർമ്മയേ ഇല്ലായിരുന്നു. അത് തെറ്റാണ്. ലേഖകി ബൂട്ടി കാങ്ക് യാദ് ആത്തി ഹെ. വൃദ്ധയായ കച്ചവടക്കാരിയെ ഓർമ്മ വന്നു, അത് ശരിയാണ്. ലേഖക് മൽക്കി ഹിൽമേ നെഹി രക്തേ ഹെ. ലേഖക് മൽക്കി ഹില്ലിലല്ല താമസിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം ആയും ഈയും ആണ്. അപ്പൊ അത് വരുന്നത് എവിടെയാണ്? മൂന്നാമത്തെ ഓപ്ഷൻ ആണല്ലേ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ടിക്ക് ഇടാം. ഓക്കെ, ഇനി അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. മൗസമി. മൗസമി എന്നുള്ളതിന് നമ്മൾ എന്താ ഇടേണ്ടത്? ഫല്ലാണ് കേട്ടോ. മൗസമി ഫൽ. ഓക്കെ, ഉബലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശകരക്. ഓക്കെ, ബൂഡി കാങ്ക് ഒക്കെ നമ്മുടെ പാസേജിലുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ സൂചന കണ്ട് പഠി ഒരു പ്രശ്നമൊക്കെ ഉത്തരലിക്കേ. അടുത്തത് കച്ചര മുക്ത് കേരൾ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് തന്നെ സ്വച്ഛ് അഭിയാൻ എന്ന് പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. यह अभियान है जिसके उद्देश्य केरल को कचरे से मुक्त बनाना है. हरित कर्म सेना इससे जुड़ी है. हमारे घर में प्लास्टिक कचरा लेने के लिए कौन आती है? നമ്മുടെ വീട്ടിൽ ഈ പ്ലാസ്റ്റിക് കച്ചറ മാലിന്യങ്ങളൊക്കെ എടുക്കാൻ ആരാ വരുന്നത്? ഹരിത കർമ്മസേന അല്ലേ? ഇതിവിടെ തന്നെ ഉണ്ട്, ഹരിത കർമ്മസേന എന്ന് എഴുതിയാൽ മതി. പിന്നെ കച്ചര മുക്ത് കേരൾ സന്ദേശ പോസ്റ്റർ തയ്യാർ കരം എന്നുള്ള നമ്മളൊരു സ്വച്ഛ അഭിയാൻ ഭാരതിനെ പറ്റിയിട്ട്, ഭാരതത്തിന്റെ അതായത് ഒക്ടോബർ 2 നമ്മൾ സ്വച്ഛ അഭിയാന് സ്വച്ഛ് ഭാരത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്റർ നമ്മൾ ഇതിന് കുറച്ച് സ്ലോഗൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പഠിച്ചവർക്ക് ഇത് നല്ല ഈസി ആയിട്ട് എഴുതാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നമുക്ക് നാലാമത്തേത് ഇവിടെ ഒരു ചിത്രമാണ് കേട്ടോ ഉള്ളത്. ഈ ചിത്ര ദേഖേ ഓരോ പ്രശ്നമൊക്കെ ഉത്തരലിക്കാൻ. അപ്പൊ ചിത്രത്തിന് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞത്. ചിത്രത്തിൽ എന്തൊക്കെ ഉള്ളത് നോക്കിയിട്ട് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സബ്ജിക്ക് നാം ചുൻകർ ലിഖേ. പച്ചക്കറിയുടെ പേര് എഴുതാനാണ്. സേബ്, സന്തര, അങ്കുർ, ബേഗൺ. അപ്പൊ ഇതിൽ ബാക്കി ഒന്ന് മാത്രമേ പച്ചക്കറി ഉള്ളൂ. സേബും സന്തരയും അങ്കുറും ഒക്കെ എന്താണ്? ഫ്രൂട്ട്സ് ആണല്ലേ, ഫല്ലാണ്. അപ്പം ബേഗൻ മാത്രമാണ് ഇതിൽ സബ്ജി ഉള്ളത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ്? സൂചന മീട്ട് സന്തര संस्करण का यह अंश पढ़े और उत्तर लिखे. लगभग 20 साल बाद में फिर शिलोंग गए. मुझे उस बूढ़ी कांग की याद आई. उससे मिलने में फिर मल्की हिल्स पहुंचा. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ओके, उसी जगह जहाँ वह छोटी सी गुमटी में बैठी हुई फल बेचती थी. दुकान तो वही थी मगर वह वृद्धा नहीं नजर आई. അപ്പോൾ ദുക്കാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ആ വൃദ്ധയെ കാണാനില്ല. വഹാമേക്ക് യുവതി ബൈട്ടി തി, ഒരു യുവതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഉസ്കെ പാസ് ഉസ്കി ചോട്ടി സി ലഡ്കി ബി ബൈട്ടി തി. ഇനി അടുത്തത് ചോദ്യം ഇതാണ്, കിത്തിനെ സാൽ ബാദ് ലേഖക് ഷില്ലോങ് വാപ്പസ് ആയ. അപ്പൊ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? 30 സാല്, 40, 20, 50 എന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ 20 സാൽ ബാദ് എന്ന്. അപ്പം 20 സാലിന് നമ്മൾ എഴുതിയാൽ മതി. ഇനി അടുത്തത്
समरहन अंश के आधार पर वाक्यों में क्रमबद्ध करके लिखो. അപ്പോൾ ഇതിൽ ഓർഡറൊക്കെ തെറ്റിച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ അതൊന്ന് നമ്മൾ കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ. അപ്പോൾ ആദ്യം എന്താണ്, ലഗ്ഭഗ് 20 സാൽ ബാദ് മേ ഫിർ ഷില്ലോങ് ഗയ. ആദ്യം ഷില്ലോങ്ങിലാണ് എത്തിയത്. അപ്പം 20 സാൽ കെ ബാദ് ലേഖക് ഷില്ലോങ് ഗയ, അതാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണ്, 20 സാൽ കെ ബാദ് ലേഖക് ഷില്ലോങ് ഗയ, അതാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് എന്താണ്, ലേഖക് ബൂട്ടി കാങ്കി യാദ് ഹൈ. വൃദ്ധയായ കച്ചവടക്കാരിയുടെ ഓർമ്മ വന്നു, അത് രണ്ടാമത്. ഇനി മൂന്നാമത് തന്നെ ലേഖക് മൽക്കി ഹിൽസ് പഹുഞ്ച, അത് മൂന്നാമത്. ഓക്കെ. നാലാമത് വരുന്ന ഗുംഡിമി ഏക്ക് യുവതി ബൈठी थी, അത് നാലാമത്. എങ്ങനെ ഓർഡറിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റിക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഇതും ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അഞ്ചാമത്തേത് ബി ആണ്. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ എന്താണ് കാണുന്നത്, രണ്ടുപേര് സൈക്കിളിൽ പോകുന്നുണ്ട്. അമ്മ സ്കൂട്ടിയിലും മകന് പിന്നെ സൈക്കിളിലും പോകുന്നുണ്ട്. മകൻ വീണു, അമ്മ വീണു, രണ്ടുപേരും പോകുന്നു അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. അമ്മ ഒരു സ്കൂട്ടി ദോനും ഗിരി, അമ്മയും സ്കൂട്ടിയും വീണു. അമ്മാനെ സപ്ന ദേക്ക വോ ടുക്കു കോ ബിട്ടായ സ്കൂട്ടി ചലാ രഹി ഹെ. അമ്മ സ്വപ്നം കണ്ടാണ് ടുക്കുവിനെ ഇരുത്തിയിട്ട് സ്കൂട്ടി ഓടിക്കുന്നത്. സുബ ടുക്കുവിനെ അപ്നി സൈക്കിൾ നിക്കാലി ഓർ അമ്മാനെ അപ്നി സ്കൂട്ടി. രാവിലെ അമ്മ അമ്മയുടെ സ്കൂട്ടറും പിന്നെ ടുക്ക് അവൻ്റെ സൈക്കിളും എടുത്തു യാത്ര പോയി. സൈക്കിൾ ഓർ ടുക്ക് ദോനയും ഗിരയപ്പെട്ടു, രണ്ടാളും വീണു. ഇതാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ആദ്യത്തെ പിക്ചർ നോക്കൂ, ഇവർ രണ്ടാളും പോകുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ്, ടുക്കുവിന്റെ സൈക്കിളിലും അമ്മയുടെ സ്കൂട്ടിയിലും ആണ് പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് നടക്കുന്നത്, അമ്മ സുബ ടുക്കുവിനെ അപ്നി സൈക്കിൾ നിക്കാലി ഓർ അമ്മാനെ അപ്നി സ്കൂട്ടി, അതാണ് ഒന്നാമത് വരുന്നത്. രണ്ടാമത് വരുന്നത് എന്താണ്, വീണതാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ വീണത് ആര് വീണതാണ്, ആദ്യം ടുക്കു വീണതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അത് രണ്ടാമത് എഴുതുക. പിന്നെ മൂന്നാമത് എന്താണ്, അമ്മ വീണതാണ്. അപ്പോൾ നമ്മൾ അത് മൂന്നാമത് എഴുതുക, അമ്മ ഓർ സ്കൂട്ടി ദോനും ഗിരി. പിന്നെ നാലാമത് എന്താണ്, അവർ രണ്ട് സ്കൂട്ടറുമ പോകുന്നതാണ് കാണുന്നത് അല്ലേ, രണ്ടുപേരും. അമ്മ സുബ ടുക്കുവിനെ അപ്നി അമ്മാനെ സപ്ന ദേക്ക വോ ടുക്കു ബിട്ടായ സ്കൂട്ടി ചലാത്തെ ഹെ. ടുക്കുവിനെ ഇരുത്തി സ്കൂട്ടി ഓടിക്കുന്നതാണ് കണ്ടത്, അത് നാലാമത് വരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. ഇനി അടുത്തത് സഹി പ്രസ്താവ് ചുൻകർ. ഇത് ശരിയായ ഒരു പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് എഴുതാനാണ്. സ്കൂട്ടി ചലാത്തെ സമയം ഹെൽമെറ്റ് പഹനെ, അതാണ് സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഇടണം, അതാണ് ശരിയായ പ്രസ്താവന. ഓക്കെ. ഏക്ക് സ്കൂട്ടി മേ ദോസ അധിക സവാർ കരോ, രണ്ടിൽ കൂടുതൽ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഗാഡി ചലാത്തെ സമയം മൊബൈൽ ഫോൺ കാ ഇസ്തമാൽ കരെ, വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം, അതും തെറ്റാണ്. പിന്നെ അടുത്ത കാർ ചലാത്തെ സമയം സീറ്റ് ബെൽറ്റ് ന പഹനെ, കാർ ഓടിക്കുന്ന സമയം സീറ്റ് ബെൽറ്റ് ധരിക്കരുത്. അപ്പൊ അതൊക്കെ തെറ്റാണ്. ഫസ്റ്റ് ഉള്ളതാണ് ശരിയായ ഉത്തരം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് लास्ट क्वेश्चन ആണ്. गंड पड़े और प्रश्नों का उत्तर लिखे. ओके. होकुम का मतलब है घर. होकुम में आपका स्वागत है. हमारा गांव माजुली में है. हमारा घर आमतौर पर बांस से बनाया जाता है. घर एक चबूतरे पर बनाते हैं. हमारा घर नदी के एकदम सामने है. हमारा घर बांसों पर खड़ा है, इसलिए कोई खास खतरा नहीं. ഓക്കും എന്ന് പറഞ്ഞാൽ വീടാണ്. മജുലി എന്ന് പറഞ്ഞാൽ ആസാമിലുള്ള ഒരു ജില്ലയാണ്. ബാംസ് എന്ന് പറഞ്ഞാൽ മുളയാണ്. ചബൂത്തര എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രതലത്തിൽ, ഖത്തര എന്ന് പറഞ്ഞാൽ അപകടം. ഓക്കെ. അപ്പൊ ഇവിടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഓക്കും ക മത്ലബ് ക്യാ ഹെ. ഓക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ തന്നിട്ടുണ്ട് ഗർ എന്നാണ് അർത്ഥം അല്ലെ. ഓക്കും ക മത്ലബ് ഗർ, അത് ഇവിടെ തന്നെ ഉണ്ട്, ഫസ്റ്റ് സെന്റൻസിൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഗർ എന്ന് എഴുതാം. രണ്ടാമത്തേത് ഗർ കിസ് പർ ബനായ ജാതാ ഹെ, എന്തിനു മേലാണ് വീടുണ്ടാക്കുന്നത്. നദി പർ, സടക് പർ, ചബൂതരെ പർ, ഖേത് പർ. അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലേ, ചബൂതരെ പർ. ഗർ ഏക്ക് ചബൂതരെ പർ ബനാത്തെ ഹെ, അതെവിടാണ്, ഗർ ഏക്ക് ചബൂതരെ പർ ബനാത്തെ ഹെ. അപ്പൊ ചബൂത്തർ. ഓക്കെ.
ഇനി അടുത്തത് ഗാവ് കഹാ ഹെ. ഗാവ് എവിടെയാണ് അതും പറഞ്ഞിട്ടുണ്ട് ആദ്യത്തില്. മാജുലി മേ ഹെ, അമാര ഗാവ് മാജുലി മേ ഹെ. അപ്പൊ മാജുലി എന്ന് എഴുതാം. ഓക്കെ. ഇനി അടുത്തത് अगर किसने बनाया जाता है, पत्तों से, बांस से, पत्थर से, इनसे. ओके. घर किससे बनाया जाता है, घर किससे बनाया जाए, बांस से. ഓക്കെ. ഇത് മാജുലിമേ. പിന്നെ അടുത്ത കഴിഞ്ഞത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞു, മാജുലിമ. ഓക്കെ. ഇനി അടുത്തത് സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. എന്താണ്? ഗർ ബാൻസ് സെ ബനാ ഹെ ഇസ്ലിയെ ഖത്തറ ഹെ. അത് തെറ്റാണ്. ഗർ ബാൻസ് സെ ബനാ ഹെ ഇസ്ലിയെ ഖത്തറ നഹി ഹെ. അത് ശരിയാണ്. ഗർ പത്തോൻ സെ ബനാ ഹെ ഇസ്ലിയെ ഖത്തറ ഹെ. അത് തെറ്റാണ്. ഗർ പത്തോൻ സെ ബനാ ഹെ ഇസ്ലിയെ ഖത്തറ നഹി ഹെ. ഓക്കെ. അപ്പൊ അതും തെറ്റാണ്. ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? രണ്ടാമത്താണ്. ഗർ ബാൻസ് സെ ബനാ ഹെ ഇസ്ലിയെ ഖത്തറ നഹി ഹെ. അത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടല്ലേ. ഹമാര ഗർ ബാസോൻ സെ ഗഡാ ഹെ ഇസ്ലിയെ കോയി ഖാസ് ഖത്തറ നഹി. അപ്പോൾ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മൾ ഇന്നലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്തവർ, അത് വായിച്ചവർക്ക് വളരെ എളുപ്പമുള്ള ഒരു എക്സാം തന്നെയാണ്. A+ തന്നെ കിട്ടും. ഓക്കെ. ഇനി നമുക്ക് നാളത്തെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.